നമുക്ക് ഇനി കുറച്ച് MCQs നോക്കാം. ഓക്കെ, വിച്ച് ഡേറ്റ മോഡൽ ഓർഗനൈസസ് ഡേറ്റ ഇൻ ടേബിൾസ് കൺസിസ്റ്റിംഗ് ഓഫ് റോസ് ആൻഡ് കോളം. അത് നിങ്ങൾക്ക് അറിയാലോ, റോസ് ആൻഡ് കോളം ആയിട്ട് ഏത് ഡേറ്റ മോഡലാണ്? ഹൈറാർക്കിലാണോ, റിലേഷനിലാണോ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണോ, ഡോക്യുമെന്റ് ആണോ? തീർച്ചയായിട്ടും റിലേഷണൽ ഡേറ്റ മോഡൽ അല്ലേ. റിലേഷണൽ ഡേറ്റ മോഡലിലാണ് ഡേറ്റയെ ടേബിളുകൾ അല്ലെങ്കിൽ റോ റെക്കോർഡ് ടിപ്പിൾ. നമ്മൾ പറഞ്ഞു റോ ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് റെക്കോർഡ് ടിപ്പിൾ. ഓക്കെ, കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളാണ് ആട്രിബ്യൂട്ട്സ്. അപ്പം ഏത് ഡേറ്റ മോഡലിലാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഡേറ്റ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ടേബിളായിട്ട്? ഓക്കെ, റിലേഷണൽ ഡേറ്റ മോഡലാണ്. ഇനി entity relationship model, what does an entity represent? Entity relationship model entity എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റോയെ ആണോ, കോളം ആണോ, an object in an object oriented system ആണോ, റിയൽ വേൾഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ്? എന്തിനെയാണ് entity റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞതാ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റിനെയാണ് entity റിലേഷൻഷിപ്പ് മോഡലിൽ entity എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. entity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻറ്റിറ്റികളുണ്ട്, അതുകൾ തമ്മിൽ എന്തുണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ട്. എൻറ്റിറ്റീസിന് ആരൊക്കെയുണ്ട്? ആട്രിബ്യൂട്ടുകളുണ്ട്. ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ടുകൾ സ്റ്റുഡന്റിന്റെ നെയിം, സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ ഒക്കെ ആയിരിക്കും അതിന്റെ ആട്രിബ്യൂട്ടുകൾ. അപ്പം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വിച്ച് model is suitable for representing complex relationship between data entities? ഡേറ്റ എൻറ്റിറ്റികളിൽ തമ്മിൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പുകൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡേറ്റ മോഡൽ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. റിലേഷണൽ ആണോ, ഹൈറാർക്കിയലാണോ, ഗ്രാഫ് ആണോ, ഒബ്ജക്റ്റ് ഓറിയന്റഡ്? ഗ്രാഫ് മോഡൽ വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സ് റിലേഷൻഷിപ്പുകൾ represent ചെയ്യുന്നത്. The graph data model is suitable for representing complex relationship between data entities such as social networking. ഇത് നമ്മൾ പറഞ്ഞതാ, നെറ്റ്വർക്ക് ടോപ്പോളജികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാഫ് ഡേറ്റ മോഡലുകളാണ്. ഗ്രാഫ് ഡേറ്റ മോഡലുകൾ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഗ്രാഫിനകത്ത് നോഡുകളുണ്ട് അല്ലേ, നോഡുകളുണ്ട്, അതുകൾ തമ്മിൽ എന്തുണ്ട്? എഡ്ജുകൾ വെച്ച് നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്ത്, നോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റികളും എഡ്ജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പും ആണെന്ന് നമ്മൾ പറഞ്ഞു. Which type of data model is commonly used in NoSQL database like MongoDB? അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ അതിനകത്ത് സ്ലൈഡിനകത്ത് പറഞ്ഞതാണ്. ഡോക്യുമെന്റ് ഡേറ്റ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഡേറ്റാസിനെ ഡോക്യുമെന്റ്സ് ആയിട്ട് മാറ്റുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോക്യുമെന്റ് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞു അല്ലേ. NoSQL database like MongoDB commonly used in document data model where data is stored in flexible ആയിട്ടാണ്. അത് ജാവയിൽ JSON ആയിട്ടാണ്. ലൈക്ക് ഡോക്യുമെന്റ്സ്, each documents can different structure ഉണ്ട്, make it suitable for semi structured and unstructured data. നമ്മളത് പറഞ്ഞതാ, ഒരു പ്രത്യേകിച്ച് സ്കീമായി ഒന്നും വേണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞതാ അവിടെ. ഓക്കെ, what is the primary key in relational data model? Relational data മോഡലിലെ പ്രൈമറി കീ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ പ്രൈമറി കീ എന്ന യൂണിക് ഐഡന്റിഫയർ ആണ് അല്ലേ. യൂണിക് ആണ് ഫസ്റ്റ് എന്നുണ്ട്. യൂണിക് ഐഡന്റിഫയർ ഫോർ എ റോ ഇൻ എ ടേബിൾ. ഒരു ടേബിളിനകത്തുള്ള റോയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് പ്രൈമറി കീ. ഫോറിൻ കീ അല്ല, ഫോറിൻ കീ ഫ്രം അനദർ ടേബിൾ അല്ല, കമ്പോസിറ്റ് കീ അല്ല, കീ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡേറ്റാസ് അല്ല. അപ്പൊ യൂണിക് കീ ആണ് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന റിലേഷണൽ ഡേറ്റ മോഡൽ യൂണിക് ഐഡന്റിഫയർ ടു ഈച്ച് റോ ട്യൂപ്പിൾ അല്ലെങ്കിൽ റെക്കോർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഈ പ്രൈമറി കീ ആണ് മറ്റു രണ്ട് ടേബിൾ തമ്മിൽ റിലേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ഇവിടുത്തെ പ്രൈമറി കീ ആണ് മറ്റൊരു ടേബിളിലെ ആയിട്ടൊരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ അതിന് എന്ത് പറയും? ഫോറിൻ കീ എന്നാണ് പറയുന്നത്. ഒരു ടേബിളിലെ പ്രൈമറി കീ മറ്റൊരു ടേബിളിലാണ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. Which data model allows for inheritance, encapsulation and polymorphism? കേൾക്കുമ്പോഴേ അറിയാലോ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റ മോഡലാണ്. അത് കൺസെപ്റ്റ് ആണ് അല്ലേ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് ആണ്. എന്താ എൻകാപ്സുലേഷൻ? എന്താ നമ്മൾ പറഞ്ഞത്? എങ്ങനെ എൻകാപ്സുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ അതിന്റെ ബിഹേവിയറിനെയും കൂടെ കൂട്ടിച്ചേർത്തൊരു എൻകാപ്സുലേറ്റഡ് ഫോമിലാക്കും. പിന്നെ ഇൻഹെറിറ്റൻസ് ആണ് രീതിയിലാണ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. In the graph data model, what nodes and edges represent? നമുക്കറിയാം, നോഡ്സ് റെപ്രസെന്റ് എൻറ്റിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് അല്ലെ. നോഡ് റെപ്രസെന്റ് ചെയ്യുന്ന എൻറ്റിറ്റികളെയും എഡ്ജ് റെപ്രസെന്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ. ഫസ്റ്റ് ആൻസർ തന്നെ കിട്ടി. റിലേഷൻഷിപ്പ് ആൻഡ് എൻറ്റിറ്റീസ് അല്ല, റിലേഷൻഷിപ്പ് എൻറ്റിറ്റീസും അല്ല, എൻറ്റിറ്റീസ് റിലേഷൻഷിപ്പ്. ടേബിൾ റോയും അല്ല, കോളം വാല്യൂ അല്ല. ഇത് നമുക്കറിയാലോ, ഡേറ്റ മോഡലിൽ നോഡുകൾ റെപ്രസെന്റ് ചെയ്യുന്ന എൻറ്റിറ്റികളെയും അതുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? എഡ്ജുകൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അല്ലേ. എൻറ്റിറ്റീസ് ആൻഡ് represent relationship between the entities. This model is used for interconnection data structures where relationship are more important than entities themselves. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുവാ, കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ മോഡലുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫ് ഡേറ്റ മോഡലുകൾ കൊണ്ടുവരുന്നത്. നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യനകത്ത് ഡിസ്കസ് ചെയ്തതുമാണ്.
Which data model represent as tree-like structure? റിലേഷൻ ഡേറ്റ മോഡലാണോ, എൻറ്റിറ്റി ആണോ, ഹൈറാർക്കിയൽ? ട്രീ ലൈക്ക് സ്ട്രക്ചർ തരുന്ന ഏതാണ്? ഹൈറാർക്കിയൽ. ഒരു സിംഗിൾ റൂട്ട് ഉണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ അടുത്ത ആൾ പോവും, അടുത്തിൽ നിന്ന് ഇങ്ങനെ പോവും, നമ്മൾ പഠിച്ചതാ അല്ലേ? ഹൈറാർക്കിയൽ ഡേറ്റ മോഡൽ ഈസ് റെപ്രസെന്റ് ആസ് എ ട്രീ ലൈക്ക് സ്ട്രക്ചർ വിത്ത് സിംഗിൾ റൂട്ട്. സിംഗിൾ റൂട്ട് അല്ലാതെ മോർ ദാൻ വൺ റൂട്ട് ആവുമ്പോൾ ആരാടേ? നമ്മൾ തൊട്ട് നെറ്റ്വർക്ക് ഡേറ്റ മോഡലാണ് അല്ലേ? മോർ ദാൻ വൺ റൂട്ട് ആവുമ്പോൾ അത് നെറ്റ്വർക്ക് ഡേറ്റ മോഡലാണെന്ന് നമ്മൾ പറഞ്ഞു. സിംഗിൾ റൂട്ട് ആവുമ്പോഴാണ് ഹൈറാർക്കിയൽ എന്ന് പറഞ്ഞത്. ഓക്കെ, മോർ ദാൻ വൺ പേരന്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നെറ്റ്വർക്ക് ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞെന്ന് പഠിച്ചു. ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റ മോഡൽ വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ. ഇൻഡിജർ ആണോ, വാർക്കാർ ആണോ, അറേ ആണോ, ഡേറ്റ് ആണോ? അറേ ആണല്ലേ. അത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റ മോഡല് ഉപ്സ് കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് അല്ലേ? ഓക്കെ, അറേ ആണ്. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അറേ ആണ്. What does a relationship represent in entity relationship model? അപ്പോൾ entity relationship മോഡലിനകത്ത് എൻറ്റിറ്റികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ചോദിച്ചേക്കുക. A link between two attributes, a link between two entities, a link between two tables, a link between two rows, a link between two entities. രണ്ട് എൻറ്റിറ്റി. ഈ എൻറ്റിറ്റികളുടെ പ്രോപ്പർട്ടികളെയാണ് നമ്മൾ ആട്രിബ്യൂട്ടുകൾ എന്ന് വിളിക്കുന്നത്. എൻറ്റിറ്റികളെ ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും നെയിം, സ്റ്റുഡൻ്റ് ഐ ഡി ഒക്കെ. അപ്പം രണ്ട് എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, which data model is most suitable for representing a data with a clear parent-child relationship? ഒരു പേരന്റ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ചൈൽഡ് ഉണ്ട്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ചെയ്യണമെങ്കിൽ ഏത് ഡേറ്റ മോഡലായിരിക്കും? ഹൈറാർക്കിയൽ ഡേറ്റ മോഡലായിരിക്കും. ഒരു പേരന്റ്, അതിൽ നിന്ന് ചൈൽഡ് കാണിക്കുന്നത് ഒരു ഹൈറാർക്കിയൽ ഡേറ്റ മോഡലായിരിക്കും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. ഓക്കെ,